ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് റൈമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല രസമുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. കോഴിമുട്ട പെരട്ടാണ്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ആൾക്കാരുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മാറ്റുക. ഞാനിപ്പോൾ 2 മുട്ടയും പിന്നെ ഒരു കഷ്ണം കോളിഫ്ലവറുമാണ് എടുത്തത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുക. തിള വരുമ്പോൾ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലിടുമ്പോൾ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് വേവുകയും ചെയ്യും, അതിലുള്ള ആ ഒരു കെമിക്കൽസൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സമയം ഇട്ടാൽ മതി. അതിന് ശേഷം ഞാൻ അത് അതേമാതിരി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞു കറിയിലെടുത്തിട്ടുണ്ട്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ്, അതേമാതിരി നമ്മളെ മുളക് അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുക്കുന്നുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കോളിഫ്ലവർ, തക്കാളി, ഓക്കെ, ഇപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. കറിയിൽ നമ്മൾ ലാസ്റ്റ് ഇടുന്നുള്ളൂ, ബാക്കിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ കുറച്ച് സമയമായപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പം അത്യാവശ്യം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത്, സവാള അതേമാതിരി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ കോളിഫ്ലവർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന് കണക്കാക്കിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് ചപ്പാത്തി, പത്തിരി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനെയും കൂടി നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഓക്കെ, ഇപ്പോൾ ഇതാ ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് 2 3 എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 3 ആൾക്ക് കഴിക്കാനുള്ളൊരു ഗ്രേവി ഉണ്ടാവും. അപ്പം അതാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ എത്രയാണോ ആൾക്കാരുള്ള അതിനനുസരിച്ച് നമ്മൾ കോളിഫ്ലവറിൻ്റെയും മുട്ടേൻ്റെയൊക്കെ അളവ് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടേൻ്റെ ഇതൊക്കെ എല്ലാ ഭാഗത്തും എത്തണം. അതേമാതിരി കോളിഫ്ലവറിൻ്റെ ഒക്കെ ആ ഒരു മിക്സിങ് വരണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ ബാക്കിയുള്ള കറിയിലയാണ്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. കറിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. 1 സ്പൂണാണ് ഞാൻ ചേർത്തത്, എന്നാലും ഒന്നും കൂടി എരിവൊക്കെ ഉണ്ടാവുള്ളൂ, എന്നാലും ഒന്നും കൂടി ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പം 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ കോളിഫ്ലവർ ഒന്നും കഴിക്കാത്ത കുട്ടിക്ക് ഇങ്ങനെ മുട്ടേൻ്റെ കൂടെയൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി കൊടുത്താൽ നന്നായിട്ട് അവർ ഫുഡ് കഴിച്ചോളും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ കോഴിമുട്ട പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോന് കാണാം. താങ്ക്